ന്യൂദില്ലി റെയിൽവേ സ്റ്റേഷനിലെ അപകട കാരണം സ്പെഷ്യൽ ട്രെയിനിൽ കയറാനുണ്ടായ തിക്കും തിരക്കുമാണെന്ന് ഉന്നതാധികാര സമിതിയുടെ റിപ്പോർട്ട്. പ്രയാഗ്രാജിലേക്ക് പോകുന്ന ട്രെയിനുകൾ അനൗൺസ് ചെയ്തപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത്. ആശയക്കുഴപ്പത്തിലായ യാത്രക്കാർ പ്ലാറ്റ്ഫോം മാറാൻ തിരക്ക് കൂട്ടിയതാണ് അപകടത്തിന് കാരണമായത്. അപകടത്തിൽ കുട്ടികളടക്കം 18 പേരാണ് മരിച്ചത്. മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് സൂചന. 4 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. അതേസമയം അപകടം റെയിൽവേയുടെ പരാജയമാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കൃത്യമായ എണ്ണം വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. മരണം മറച്ചുവെക്കാനുള്ള മോദി സർക്കാരിന്റെ ശ്രമം ലജ്ജാകരമെന്നും ഖാർഗെ പ്രതികരിച്ചു. കുംഭമേള യാത്രക്കാർക്ക് വേണ്ടി ദില്ലിയിൽ നിന്ന് 4 സ്പെഷ്യൽ ട്രെയിനുകൾ റെയിൽവേ അനുവദിച്ചിട്ടുണ്ട്. സംഭവസ്ഥലത്ത് നിന്നും ജോയ്സ് ഡാനിയൽ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് നമുക്ക് കാണാം. ജോയ്സ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അരുൺകുമാർ, ഞാനിപ്പോൾ ഉള്ളത് കഴിഞ്ഞ ദിവസം അപകടം സംഭവിച്ച അതേ ന്യൂദില്ലി റെയിൽവേ സ്റ്റേഷനിലെ അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണുള്ളത്. ഈ എസ്കലേറ്റർ വഴി കയറി ഇറങ്ങുന്നതിനിടയിലാണ് ഒരുപാട് ആളുകൾ മരിക്കുന്ന സാഹചര്യവും ഒരുപാട് പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഞാൻ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ ഇടതുവശത്തുള്ള 14 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കഴിഞ്ഞ ദിവസം പ്രയാഗ്രാജിലേക്ക് പോകാനുള്ള ഒരു സ്പെഷ്യൽ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആളുകൾ കയറിയിരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് 16 നമ്പർ, ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന 16 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് മറ്റൊരു സ്പെഷ്യൽ ട്രെയിൻ വരുന്നു എന്നുള്ള കാര്യം റെയിൽവേ അനൗൺസ് ചെയ്യുന്നു. പക്ഷേ അതേ സമയത്ത് ഈ ട്രെയിനിൽ കയറാനുള്ള ആളുകൾ ഏത് ട്രെയിനാണ് ആദ്യം പോകുക എന്നുള്ള ഒരു സംശയത്തിന്റെ പേരിൽ 14 നമ്പർ ട്രെയിനിൽ വരുന്ന ആളുകൾ ഉൾപ്പെടെ 16 നമ്പറിൽ വന്ന സ്പെഷ്യൽ ട്രെയിനിലേക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിനിടയിലാണ് ഉന്തിലും തള്ളിലും ആളുകൾക്ക് പരിക്കേൽക്കുകയും മരണം വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ നിലവിൽ റെയിൽവേ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ് അന്വേഷണം നടത്തുന്നത്. എന്താണ് സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമാണ് റെയിൽവേ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ റെയിൽവേക്ക് സുരക്ഷയുടെ കാര്യത്തിലടക്കം വലിയ വീഴ്ചകൾ വന്നിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇത്രയും ആളുകൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോൾ അതിനുള്ള സുരക്ഷയുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ റെയിൽവേ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും നിലവിലൂടെ സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ ശക്തമാക്കിയിട്ടുണ്ട്. സ്പെഷ്യൽ ഫോഴ്സിനെ തന്നെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ അനൗൺസ്മെന്റ് അടക്കം വലിയ രീതിയിൽ പ്രയാഗ്രാജിലേക്കുള്ള ട്രെയിനുകൾ ഏത് പ്ലാറ്റ്ഫോമിൽ എപ്പോൾ വരും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധവും റെയിൽവേക്കെതിരെ ഉയരുന്നുണ്ട്. റെയിൽവേ മിനിസ്റ്റർ രാജിവെക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം പറഞ്ഞിരുന്നത്. എന്തായാലും ഈ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കും. വീഴ്ച എവിടെയാണെന്നുള്ള കാര്യം കണ്ടെത്തും എന്നാണ് ഇപ്പോൾ റെയിൽ മന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. സംഭവമാണ്. തിക്കിലും തിരക്കിലും പെട്ടാണ് 18 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. ന്യൂദില്ലി റെയിൽവേ സ്റ്റേഷനിലെ അപകടത്തിൽ 4 പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്.